നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും GK ഡ്രൈവേഴ്സ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും നല്ല ഒരു പുതുവത്സര ആശംസകൾ. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു, നാട്ടിൽ നിന്ന് വന്നിട്ടാണത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മുൻപൊരിക്കൽ നമ്മൾ പറഞ്ഞിരുന്നതാണെങ്കിൽ കൂടി ഇപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്തു തുടങ്ങിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ജോലികളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, റിക്രൂട്ട്മെൻറ്റുകളിൽ ഫ്രോഡുകളിൽ ചതികളിൽ പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നതിനാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു ഡ്രൈവറായിട്ട്, ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തു, ഇപ്പോൾ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം സതുദ്ദേശം ഇതൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പലരും നാട്ടിൽ ചെന്നപ്പോൾ വിളിച്ചവരുണ്ട്, മെസ്സേജ് ഇട്ടവരുണ്ട്. നാട്ടിലായിരുന്നു ഞാൻ ഒരുമാതിരിയൊക്കെ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കാര്യം എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലായിരുന്നു, എന്നാൽ പോലും ഞാനൊരു കുറേയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ആഴ്ച ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും സോളും. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താം. അതായത് സോൾ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് എന്നാണ് നമ്മളിത് മുന്നേ പറഞ്ഞിട്ടൊരു വീഡിയോയ്ക്കിടയ്ക്ക്. എന്നാലും സോഷ്യൽ മീഡിയയും സോളും എന്നുള്ള ഈ വിഷയം ഇപ്പോൾ എന്താ തിരഞ്ഞെടുത്തത് വീണ്ടും എന്നുള്ളതിന് വെച്ച് കഴിഞ്ഞാൽ, റിക്രൂട്ട്മെൻറ്റ് ഫ്രോഡുകൾ. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ആൾക്കാരുകൾ ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടണം. ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളും ഇന്നത്തെ നാട്ടിൻ്റെ സാഹചര്യവും, നാട് മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏതൊരു ജോലിക്ക് വന്നാലും നിങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ സോൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ളതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം എന്ത് തന്നെ ആവട്ടെ, ടെലിഗ്രാം, ഇതിലൂടെയൊക്കെ ഇപ്പോൾ കുറേ പരസ്യങ്ങളുണ്ട്. ഞങ്ങൾ യൂറോപ്പിൽ ജോലി ശരിയാക്കി തരാം, നിങ്ങൾ എന്തായാലും ട്രക്കിൻ്റെ ജോലി, ബസ്സിൻ്റെ ജോലി, അല്ലെ ഡ്രൈവർ ജോലി, യൂറോപ്പിൽ ഇന്ന ജോലിയുടെ വേക്കൻസി, മറ്റേ ജോലിയുടെ വേക്കൻസി, ക്ലർക്ക് ജോലിയുടെ വേക്കൻസി, മാനേജർ ജോലിയുടെ വേക്കൻസി. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ പെടാതിരിക്കുക. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ഫേസ്ബുക്കിലൊരു പരസ്യം കാണുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലോ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഷെയർ ചെയ്ത് വരുന്നു. 100 പരസ്യം വന്നാൽ, അല്ലെങ്കിൽ 500 പരസ്യം വന്നാൽ വിശ്വസിക്കാവുന്ന 1-2 ഉണ്ടാവുള്ളൂ. എന്താ കാര്യമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഔദ്യോഗികമായി ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണമോ നിയമവശമാൽ ഇവർക്ക് നിയമപരമായി ആരെ ഹയർ ചെയ്യാൻ രേഖയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവകാശമുള്ള ആൾക്കാരല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നേയൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ, ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ലേബർ ഒരു പെർമിറ്റ് കൊടുക്കണമെങ്കിൽ സോളിൽ ഉള്ള ഒരു കാറ്റഗറി ജോലിക്കായിരിക്കണം. അപ്പോൾ എന്താണ് സോൾ? സോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ്. അതായത് ഈ രാജ്യത്ത് പ്രായമായവരുടെ സംഖ്യ കൂടുന്നതുകൊണ്ടും, ചെറുപ്പക്കാർ ചില ജോലികൾക്ക് ഇറങ്ങാത്തത് കൊണ്ടും, വൈറ്റ് കോളർ ജോലികളിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർ തിരിയുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ടെക്നിക്കൽ ജോലികളിലേക്ക് തിരിയാൻ മടി കാണിക്കുന്നത് കൊണ്ടും, ചില വേക്കൻസികൾ, ചില ജോലികൾ, അതായത് നിസ്സാരമായി പറഞ്ഞാൽ കാർപ്പൻ്റർ, ഇലക്ട്രിക്കൽ, പ്ലംബർ, റോഡിലെ വർക്കേഴ്സ്, അതായത് താറിടുന്നവർ, അങ്ങനെയുള്ള ഡ്രൈവേഴ്സിൻ്റെ കാറ്റഗറി പറയുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ഹെവി ബസ് ഡ്രൈവർ, ഹെവി ട്രക്ക് ഡ്രൈവർ എന്ന് പറയുന്ന ഈ 2 കാറ്റഗറി, അല്ലെങ്കിൽ മിനി ട്രക്ക് ഡ്രൈവർ, മിനി ബസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഈ 2 കാറ്റഗറിക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അത് യൂറോപ്പിൽ എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങൾക്കൊരു യൂറോപ്യൻ ലൈസൻസ് മസ്റ്റാണ്. നമ്മൾ പല വ്ളോഗുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ചേട്ടാ കാർ ലൈസൻസ് വെച്ച് വന്ന് ഇവിടെ കയറിക്കൂടെ? പറ്റില്ല സുഹൃത്തെ. കാർ ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. ഇത് ഗൾഫല്ല. ഇൻ്റർനാഷണൽ കാർ ലൈസൻസ് നിങ്ങൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് വന്നാൽ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട കമ്പനി ഒന്നും എടുക്കുകയും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡെലിവറി ജോലിക്ക് വന്നൂടെ? ഇല്ല, ഡെലിവറി ജോലിക്ക് പറ്റില്ല. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ ഡെലിവറി ജോലിക്ക്, നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കൊറിയർ ഡെലിവറി, അല്ലെങ്കിൽ ഗൾഫിലെ പോലെയുള്ള ഡെലിവറി, ചെറിയ കാറിൻ്റെ ലൈസൻസ് വെച്ച് ചെയ്യുന്ന, മിനി വാൻ ഓടിക്കുന്ന, ഇതൊന്നും പറ്റില്ല. പറ്റുന്നത് എന്താണെന്നറിയാം? ട്രക്കിൻ്റെ ആണെങ്കിൽ C ലൈസൻസ്, സാധാ ട്രക്ക് 7 ടൺ മുതൽ മേലോട്ടുള്ള ട്രക്ക്. C1 എന്ന് പറയുമ്പോൾ 7 ടണ്ണിന് ട്രക്കിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ട്രെയിലറും കൂടെ കെട്ടി വയ്ക്കുന്നു. CE എന്ന് പറയുമ്പോൾ വലിയ ട്രെയിലർ, 45 ടൺ 40 ടൺ ട്രെയിലറുകൾ, അതിന് ഈ ട്രക്കിൻ്റെ ബാക്കിൽ കെട്ടി വലിക്കുന്ന വലിയ ട്രെയിലറുകൾ, ഞാൻ ഓടിക്കുന്നതിനുള്ള വലിയ വണ്ടികൾ. D എന്ന് പറയുന്നത് ഇതേപോലെ വലിയ ബസ്. DE എന്ന് പറയുന്നത് ബസ് വിത്ത് ആർട്ടിക്കുലേറ്റഡ്, അതായത് ട്രെയിലർ പോലെ ഉള്ള നീളമുള്ള വലിയ, ബാംഗ്ലൂരിലൊക്കെ ഉള്ള പോലുള്ള ബസ്സുകൾ, അതിന് 104 പാസഞ്ചർ കപ്പാസിറ്റി ബസ്സുകൾ. D1 ഉം D1E എന്ന് പറയുന്ന ചെറിയ മിനി ബസ്, 28 സീറ്റർ വരെയുള്ള
മിനി ബസ്, അതിൻ്റെ കൂടെ മിനി ബസ്സിൻ്റെ കൂടെ ചിലപ്പോൾ അതിൻ്റെ ബാഗുകളൊക്കെ കെട്ടി കളിക്കുന്ന ഹോട്ടലുകളുടെയും ടൂറിസ്റ്റ് കമ്പനികളുടെയും ട്രെയിലറുള്ള ബസ്സുകൾ. ഇതാണ് കാര്യം. അപ്പം നമ്മൾ എങ്ങനെയാണ് സോളിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോളിൽ ഓരോ രാജ്യത്തിനും ഷോർട്ടേജ് ആയിട്ടുള്ള കാറ്റഗറി ജോലികൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജർമ്മനി, പോളണ്ട്, യൂറോപ്പിൽ പല രാജ്യങ്ങൾക്കും ഞാൻ ഈ പറയുന്നത് കോമൺ ആയിട്ടുള്ളതുണ്ട്. അതായത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, റോഡ് വർക്കർ, ക്ലീനിങ് ജോലികൾ. ക്ലീനിങ് ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലെ കൂടുതൽ പൈസയൊക്കെ കിട്ടും. കാര്യം ഇവിടുത്തെ മണി വാല്യൂ അവിടുത്തെ മണി വാല്യൂം വെച്ച് നോക്കുമ്പോൾ മൂല്യത്തിലുള്ള വ്യത്യാസം കൊണ്ട് പൈസയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇല്ല എന്നല്ല, നിങ്ങളാരും വന്ന് രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടെയല്ല ഇത് പറയുന്നത്. ഇത് രക്ഷപ്പെടണം, നിങ്ങൾ ചതിവിൽ പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്ര വിശദമായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം തന്നെ കുറച്ചധികം മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന ഒരു ഏജൻസിയിൽ ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ അവർ പറഞ്ഞു ഇത്ര ലക്ഷം രൂപയാകും, കാർ ലൈസൻസേ ഉള്ളൂ പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്ക് പറഞ്ഞു മനസ്സിലായി. പുള്ളിക്ക് ബസ്സോ ട്രക്കോ ഓടിച്ച് പരിചയമില്ല, ബസ് ലൈസൻസ് ഇല്ല. പിന്നെ അതിനു മുന്നേ ഞാൻ വന്ന ആഴ്ചയിൽ തന്നെ ഒരു 3 ദിവസത്തിനുള്ളിൽ എനിക്കൊരു കോൾ കിട്ടി, ചേട്ടാ ജർമ്മനിക്കൊരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ട്, നടക്കുമോ? സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾക്കൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ കാർ ലൈസൻസിന് 5 ലക്ഷം രൂപയാണ് മിനിമം. നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റിലൊക്കെ പാസ്സായ, അതും ഒരു കാർ ലൈസൻസ് നിങ്ങൾ പാസ്സാവണമെങ്കിൽ നിങ്ങൾ 2 എഴുത്ത് പരീക്ഷയിൽ കൂടെ കടന്നു പോയിട്ടാണ് ഈ റോഡ് ടെസ്റ്റിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സി ഡ്രൈവർ എന്ന പ്രൊഫഷൻ നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങൾക്കൊരു കാർഡ് അടിച്ച് തന്ന് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ട്രക്കോ ബസ്സോ ആണെങ്കിൽ വരാം. നിങ്ങൾ ഈ ട്രക്കിൻ്റെ ഒരു ബസ്സിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 15-20 ലക്ഷത്തിനും ഇടയ്ക്ക് ഒരു ബസ്സിൻ്റെയോ ട്രക്കിൻ്റെ ലൈസൻസ് നിങ്ങൾക്കാവും. ഇനി ഇത് രണ്ടും കൂടെ എടുത്ത് കാറും കൂടെ എടുത്ത് എൻ്റെ കയ്യിലുള്ള ഒരു ഫുൾ ലൈസൻസ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 45 മുതൽ 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കാര്യങ്ങളാവും. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൽ ചതിവിൽ വീഴാതിരിക്കാനാണ് ഈ പറയുന്ന ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപയ്ക്ക് ശമ്പളം കിട്ടും. എല്ലാവരും വലിയ സ്വപ്നങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ വന്നാൽ മതി, 2 ലക്ഷം 3 ലക്ഷം, ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ താമസവും നിങ്ങളെ ലൈസൻസും. എല്ലാവരും ആദ്യം ഇതെല്ലാം പറയും, 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ. പിന്നെ നിങ്ങൾ ടിക്കറ്റും ലൈസൻസും അവിടെ നിന്ന് മാറ്റുന്നതും നിങ്ങൾ ചെല്ലുന്ന ഒരു മാസത്തെ നിങ്ങളെ ചിലവും നോക്കണമെന്ന് പറയും. അതിൽ നിങ്ങൾക്ക് എത്ര രൂപ തുകയാവുന്നത്? വലിയൊരു പൈസയാവും. പിന്നെ ഈ 2-3 ലക്ഷം രൂപ പറഞ്ഞ് ഈ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റുള്ള മീഡിയകളിലോ ഇടുന്ന ഒരു ഏജൻസി, അവരൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഒരു ട്രാവൽസ് എന്നോ എന്തെങ്കിലും ഒരു പേരും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്നയാളെ കോൺടാക്ട് നമ്പർ. ഇതൊന്നും അപ്രൂവ്ഡ് അല്ല, നിയമപരമായി ഉള്ള കാര്യങ്ങളല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചതിവിൽ പെടാതിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളൊരു ഏജൻസി ഇപ്പോൾ വിളിക്കുന്നു, അപ്പം നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കണം, ചേട്ടാ നിങ്ങളുടെ ഏജൻസി എവിടെയാണ് രജിസ്റ്റേർഡ്, ഇന്ത്യയിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇയാളെ പറ്റിക്കാൻ പറ്റില്ല, കാര്യം നിയമപരമായി അങ്ങനത്തെ രജിസ്ട്രേഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് ഇങ്ങനൊരു കോൺട്രാക്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന കമ്പനി ഏതാണ്, ആ കമ്പനിയുടെ പേര് പറയാം എന്ന് പറയാം. ഇത്രയും പറയുമ്പോൾ തന്നെ സാമാന്യം ബോധമുള്ള ആളാണ്. ഈ തട്ടിപ്പ് നടത്തുന്നത് എന്തായാലും അത്യാവശ്യം നല്ലോണം അറിയാവുന്നവനായിരിക്കും. ഒരു 80% അറിയാവുന്നതിന് അല്ല 60% മേളിൽ അറിയാവുന്നതിന് തട്ടിപ്പിന് ഇറങ്ങും. അപ്പോൾ അവർ മനസ്സിലാക്കും നിങ്ങളെ ചതിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് ഒരു 2 ദിവസം മുന്നേ ഒരു അടുത്ത സുഹൃത്ത്, ഞാൻ നാട്ടിൽ നിങ്ങളെപ്പോലെ എൻ്റെ ഒരു പ്രേക്ഷകനാണ്, അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മളൊരു സഹോദരനെ പോലെയാണ്. ആ സുഹൃത്തിനോടൊരു ഏജൻറ്റ് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തു. ഞാനെങ്കിൽ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് കൊണ്ട് മരവിച്ചിരിക്കുകയാണ്, നല്ല തണുത്ത കാറ്റടിക്കുകയാണ്, ജർമ്മനി നല്ല തണുപ്പിലേക്ക് നിൽക്കുകയാണ്. അപ്പം ആ സുഹൃത്തിന് ഇപ്പോൾ ഏജൻസി പറഞ്ഞെന്തറിയോ, ഇപ്പോൾ VFS എന്താണ് നിർത്തിവെച്ചിരുന്നത്? VFS നിർത്തിവെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VFS ഏജൻസി എന്ന് പറയുന്നത് അവർ ഇതിനിടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട്, അതായത് നമുക്ക് ഡയറക്റ്റ് എംബസിയിൽ പോയി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് മീഡിയേറ്ററായിട്ടൊരു ഏജൻസി ആയിരുന്നു. നമ്മൾ അവരേൽ സബ്മിറ്റ് ചെയ്യും, അവർ നമ്മളെ ആപ്ലിക്കേഷൻ നമ്മളെ ഇത് ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെ എടുത്ത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ അവർ വാങ്ങിച്ച് വിസ ഫീസും മേടിച്ച് അവരുടെ ഒരു സർവീസ് ചാർജ് നാട്ടിലൊരു 1000-2000 രൂപയും കൂടെ മേടിച്ചാണ് അവരാണ് സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് പകരം. കാര്യം ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റ് ആണെങ്കിൽ വിസ കറക്റ്റായിട്ട് വരും, ഇല്ലെങ്കിൽ റിജക്ഷൻ ആയിട്ട് വരും. ആ VFSൽ ഇതെടുക്കുന്നത്, ഡേറ്റ് എടുക്കുന്നതിന് കമ്മീഷൻ, അതായത് ഡേറ്റ് അപ്പോയിൻമെൻറ്റ് പല മെയിൽ ID വെച്ച് ഒന്നിൽ കൂടുതൽ എടുത്തിട്ട് ഏജൻറ്റുമാരെ അല്ലെങ്കിൽ എന്നെപ്പോലെ അറിയാവുന്നവർ എടുത്തിട്ടിട്ട് മറിച്ച് 5000, 10000, 25000, 50000, 75000, 1 ലക്ഷം വരെയൊക്കെ ആയപ്പോഴാണ് ഇത് ക്ലോസ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VFS എന്ന ഏജൻസി ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ് പോളണ്ടിന് വേണ്ടി 2ാമത്. അപ്പം എൻ്റെ ഈ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തിനോട് പറഞ്ഞു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെ VFSൻ്റെ ഇത് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ തൽക്കാലം അടങ്ങിയിരിക്കും, നിനക്ക് ധൃതിയില്ലെന്ന് എനിക്കറിയാം,
എന്താ പറയുക, എന്തിനാ മനുഷ്യനെ ഇങ്ങനെ ചതിക്കുന്നത്? സുഹൃത്തെ, നിങ്ങളും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മനസ്സിലാവും. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തോട് പറയടാ, ഇതിനൊന്നും പൈസയൊന്നുമില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എടുത്തുതരാം, അല്ലെങ്കിൽ വേറെ ആളെ, എനിക്ക് അറിഞ്ഞൂടെ വേറെ ആളെ കൊണ്ട് എടുപ്പിക്കുന്നതിന് ഇത്ര രൂപയാവും, എന്നാൽ നിങ്ങൾ മാന്യമായ പൈസ മേടിക്കുക. എടോ, എല്ലാവരും കൂലിപ്പണിക്കാരാ. ഈ മനുഷ്യന്മാരെ ഇങ്ങനെ ചതിച്ച് നിങ്ങൾ 25,000, 5,000, 50,000, 5 ലക്ഷം, 5 കോടി ഉണ്ടാക്കിയാലും ഇത് നിൽക്കത്തില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുക. സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ആഗ്രഹം കൊണ്ടാണ്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് എടുത്തിയാടാൻ നിൽക്കുന്നത്. ദയവായി നിങ്ങൾ ചതിവിൽപ്പെടാതിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SOL, സോളിൽ ഉൾപ്പെട്ട നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കണം. ആ ഒരു വെബ്സൈറ്റിൽ കയറി, ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറി ലിസ്റ്റഡ് ജോബ്സ് ഇൻ സോൾ എന്ന് പറഞ്ഞാൽ സോൾ ഷോർട്ടേജ് ഒക്കുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലികളെന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രാജ്യത്തിൽ, ഇപ്പോൾ ജർമ്മനിയാണെങ്കിൽ ജർമ്മനി, ലിസ്റ്റഡ് ഒക്കുപ്പേഷൻസ് ഇൻ സോൾ ഓഫ് ജർമ്മനി എന്നടിക്കുമ്പോൾ അത് കാണാം, അല്ലെങ്കിൽ പോളണ്ട് എന്നടിക്കുമ്പോൾ അത് കാണാം. എന്നിട്ട് ഈ പറയുന്ന ജോലി, ഈ കാറ്റഗറി, ലൈസൻസ്, ഡ്രൈവിംഗ് ആണെങ്കിൽ ലൈസൻസ് സംബന്ധിച്ചുള്ള കാറ്റഗറി, മറ്റു പണികളാണെങ്കിൽ ആ കാറ്റഗറി അവിടെ അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കണം. ആണെങ്കിൽ മാത്രം ഏജൻസി അല്ലെങ്കിൽ പറയുന്ന വ്യക്തിയുമായി നിങ്ങൾ സംസാരിക്കണം. എപ്പോഴും സംസാരിക്കുമ്പോൾ എത്ര രൂപയാണ്, പിന്നെ ഇവരെല്ലാം പറയും ഇത്ര ലക്ഷം രൂപയെന്ന്. സുഹൃത്തെ, നിങ്ങൾ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ നിങ്ങൾക്ക് പറഞ്ഞാലും ഈ പൈസ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ച് ഞാൻ മുന്നിലേക്ക് കണക്കൂട്ടി പറഞ്ഞിട്ട് 42% ടാക്സ് കഴിഞ്ഞ് 100 രൂപയ്ക്ക് 42 രൂപ വെച്ച് നിങ്ങൾ ടാക്സ് കൂട്ടുക. അപ്പം നിങ്ങൾ 3,000 രൂപ മേടിക്കുമ്പോൾ എത്ര രൂപ ടാക്സായി? ആ ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന പൈസയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഇന്ത്യൻ മണി, ഒരു സിംഗിൾ ആളാണെങ്കിൽ പോലും 40 മുതൽ 50, 60 വരെയൊക്കെയുള്ള താമസത്തിന് ചിലവാകും. പിന്നെ ഫുഡിൻ്റെ പൈസ അതിന് പുറമേ ആകും. ഇത് കൂടാതെ ഫോൺ വിളിക്കാൻ, ഇവിടെ ഒരു സിം എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മാസം ഇൻ്റർനെറ്റ് ചാർജിങ് മിനിമം നിങ്ങൾക്ക് ചെയ്തെടുക്കുന്നതിന് 10 യൂറോ ഫോണിനും, ഒരു 10 യൂറോ അല്ല 20 യൂറോയുടെ അല്ലെങ്കിൽ 30 യൂറോയുടെ പാക്കേജ് അങ്ങനെയും ആവും. നല്ലൊരു പൈസ. ഇതെല്ലാം കഴിഞ്ഞാലും ഈ പറഞ്ഞൊരു 3,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്ക്, നിങ്ങൾക്ക് പറഞ്ഞൊരു 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്ക് അവസാനം കൈ വരുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ഒരു 80,000 രൂപ, 90,000. അതൊരു ചെറിയ പൈസയല്ല. ഞാൻ അതിനൊട്ടും നിസ്സാരമായി കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കും അപ്പോൾ എനിക്ക് 90,000 രൂപ കിട്ടും, അതുകൊണ്ട് ഞാൻ 5-6 ലക്ഷം കൊടുത്ത് വന്നാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വന്ന ഉടനെ ഒരു 5 ലക്ഷം 6 ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടത്തില്ല, അല്ലെങ്കിൽ 90,000 രൂപ വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടത്തില്ല. അപ്പോൾ ആദ്യം വന്ന് ഡ്രൈവർ ആണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വലിയ അവിടുത്തെ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ, ജർമ്മനി ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ പോളണ്ട് സ്വീകരിക്കുന്നുണ്ട്, ലിത്വാനിയ സ്വീകരിക്കുന്നുണ്ട്, ലാറ്റ്വിയ സ്വീകരിക്കുന്നുണ്ട്, സ്ലൊവേനിയ സ്വീകരിക്കുന്നുണ്ട്, സ്ലോവാക്യ സ്വീകരിക്കുന്നുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ 1 വർഷത്തത് നമ്മൾ ഇൻ്റർനാഷണൽ ആക്കി കൊണ്ടുവന്ന് ആ രാജ്യത്ത് ചേഞ്ച് ചെയ്തെടുത്ത് അതിനെ 3 വർഷം ഉള്ള ഒരു ലൈസൻസ് ആയിട്ട് 70 കോഡ് എൻട്രി ചെയ്ത് തന്ന് നിങ്ങൾ അതിൽ ജോലി ചെയ്ത് ഇതാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ ആഴ്ച ഈ സോഷ്യൽ മീഡിയയും സോളും എന്ന ഈ വിഷയം തിരഞ്ഞെടുത്തുള്ളതിൻ്റെ കാര്യം ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്നോട് ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് വേണമെന്ന എന്നാൽ കഴിയുന്ന എല്ലാ അറിവും, ഇത് സംസാരിച്ചാൽ ഈ വിഷയം 2-3 മണിക്കൂർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയുണ്ട്. കാര്യം എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് വീട്ടിനകത്തിരുന്ന് വ്ളോഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെ കാറിനകത്തിരുന്ന് വ്ളോഗ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പുറത്തിറങ്ങി വ്ളോഗ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ആ ഒരു നദി, റൈൻ നദി എന്ന് പറയും ജർമ്മനിയുടെ. ഞാൻ കോബ്ലൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് റൈൻ നദിയുടെ തീരത്ത് നിന്നാണ് ഇത് ചെയ്യുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. റൈൻ നദി ഇപ്പോൾ കര കവിഞ്ഞ്, കഴിഞ്ഞ ആഴ്ച കര കവിഞ്ഞ് നിന്നത്, പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം കരയോട് തൊട്ട് ചേർന്നുള്ള രീതി. കാര്യം വെള്ളം പൊങ്ങിയാൽ നിൽക്കുന്ന, തണുപ്പും മഴയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്താതെയുള്ള മഴകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, ഈ ഒരു സാഹചര്യം ഒഴിവാക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. എന്നാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യും. ഇതറിയാതെ നിങ്ങൾ ചതിവിൽ വീണിട്ട്, ഇന്നുകൂടി എനിക്കൊരു ഇത് വന്നേയുള്ളൂ, ചേട്ടാ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സുഹൃത്ത് വിളിച്ച്. സുഹൃത്തെ, ഞാൻ ഒരു ഏജൻസിയെയും പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങളൊരു ഏജൻസി വഴി പോകാൻ പറയുന്നില്ല. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നേരിട്ട് നിങ്ങൾക്ക് പൈസ ഇല്ലാതെ തന്നെ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാമെന്നുള്ളതിനെ കുറിച്ചാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്കൊരു CV എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കാം, അത് ഒരു ചിലവ് ഇല്ലാതെ, 1 രൂപ ചിലവില്ലാതെ, നിങ്ങളെ കയ്യിരിക്കുന്ന മൊബൈലിൽ, നിങ്ങളെ കയ്യിരിക്കുന്ന ഇൻ്റർനെറ്റിൽ എങ്ങനെ ഒരു യൂറോപ്പ CV ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോകൾ, പിൽക്കാലത്തുള്ള പഴയ വീഡിയോകൾ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോലി കണ്ടുപിടിക്കേണ്ടതെന്നും മനസ്സിലാവും. ഇനിയും നമ്മളൊരു നല്ല വിഷയം, അല്ലെങ്കിൽ ഇനി സംസാരിക്കാനുള്ള മറ്റു വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതുവത്സരാശംസകൾ.